തലസ്ഥാന നഗരിയെ ആകെ ഒളിച്ച ഹണി ട്രാപ്പ് ആരോപണ കേസിൽ നാടകീയമായ വഴിതിരിവ്. കേസിൽ പരാതിക്കാരനായ പ്രവാസി വ്യവസായി തെലങ്കാന സ്വദേശി മാർക്ക് വിജയകുമാർ കേവലം ഒരു ഇരയല്ലെന്നും താൻ നിയമപരമായി വിവാഹം കഴിച്ച ഭർത്താവും തന്റെ കുഞ്ഞിന്റെ പിതാവുമാണെന്ന വെളിപ്പെടുത്തലുമായി ഒന്നാം പ്രതിയായ റോഷ്നി സുരേഷ് രംഗത്തെത്തി. തങ്ങളുടെ ബിസിനസ് പങ്കാളിത്തവും കുടുംബജീവിതവും തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് ഇതിന് പിന്നിലെന്നും യുവതി ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം വഞ്ചിയൂർ പോലീസ് എറണാകുളത്ത് നിന്നാണ് റോഷ്നിയെ കസ്റ്റഡിയിലെടുത്തത്. 5 കോടി രൂപ ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്തു എന്ന പരാതിയിൽ അറസ്റ്റിലായ റോഷ്നിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയെങ്കിലും പ്രഥമ ദൃഷ്ട്യാ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തി കോടതി ഇവർക്ക് സ്വാഭാവിക ജാമ്യം അനുവദിക്കുകയായിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ മാധ്യമങ്ങളിലൂടെ തന്റെ ഭാഗം വ്യക്തമാക്കുന്ന വീഡിയോ സന്ദേശം പുറത്തുവിട്ടാണ് യുവതി ഈ തട്ടിപ്പ് കഥയുടെ പിന്നാമ്പുറങ്ങൾ വെളിപ്പെടുത്തിയത്. തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനായി അതീവ നിർണായകമായ രേഖകളും ചിത്രങ്ങളുമാണ് റോഷ്നി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ചിത്രങ്ങൾ പറയുന്നത് കല്യാണം നടന്നുവെന്ന വസ്തുതയാണ്. മാർക്ക് വിജയകുമാറിനൊപ്പം വധൂവരന്മാരായി നിൽക്കുന്ന ചിത്രങ്ങളും കുഞ്ഞിനൊപ്പമുള്ള കുടുംബചിത്രങ്ങളും ഇവർ തെളിവായി നിരത്തുന്നു. കേവലം ഒരു ഹണി ട്രാപ്പ് എന്നതിനപ്പുറം ഇരുവരും തമ്മിൽ ദൃഢമായ ദാമ്പത്യബന്ധം ഉണ്ടായിരുന്നുവെന്നതാണ് ഈ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. ചിത്രങ്ങൾക്ക് പുറമെ കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റും റോഷ്നി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2023 ജൂൺ 22 ജനിച്ച ആൺകുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവിന്റെ സ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാർക്ക് വിജയകുമാറിന്റെ പേരാണ്. തന്റെ കുഞ്ഞിന്റെ പിതാവ് മറ്റാരുമല്ലെന്നും നിയമപരമായി എല്ലാ രേഖകളിലും വിജയകുമാർ തന്നെയാണ് കുഞ്ഞിന്റെ അച്ഛനായി ഒപ്പിട്ടിട്ടുള്ളതെന്നും റോഷ്നി വ്യക്തമാക്കുന്നു. കേവലം ഒരു വൈകാരിക ബന്ധം എന്നതിലുപരി ഇരുവരും ചേർന്ന് വലിയൊരു ബിസിനസ് സാമ്രാജ്യവും കെട്ടിപ്പടുത്തിരുന്നു. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജർമ്മൻ ഭാഷാ പഠന കേന്ദ്രത്തിന്റെ പ്രധാന ഓഹരി ഉടമകളാണ് ഇരുവരും. തങ്ങൾ രണ്ടുപേരും തുല്യ പങ്കാളികളായി തുടങ്ങിയ ഈ ബിസിനസ് സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കാണ് ഇപ്പോഴത്തെ വ്യാജ പരാതിക്ക് പിന്നിലെ യഥാർത്ഥ കാരണമെന്നാണ് യുവതി ആരോപിക്കുന്നത്. അതേസമയം ഹൈദരാബാദ് സ്വദേശിയായ വ്യവസായി മാർക്ക് വിജയകുമാറിനെ കെണിയിൽ വീഴ്ത്തി 5 കോടി രൂപയോളം തട്ടിയെടുത്തു എന്നാണ് കേസിന്റെ ആദ്യ രൂപം. വർഷങ്ങളായി കൊച്ചിയിൽ ജർമ്മൻ ഭാഷാ പഠന കേന്ദ്രത്തിലെ ജീവനക്കാരിയായിരുന്ന റോഷ്നി വിജയകുമാറുമായി അടുപ്പത്തിലാവുകയും തുടർന്ന് ഭീഷണിപ്പെടുത്തൽ ആരംഭിക്കുകയും ചെയ്തു എന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. വിജയകുമാറിന്റെ ഭാര്യ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അരുൾ RB കൃഷ്ണയെ നേരിൽ കണ്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വഞ്ചിയൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ബന്ധം പുറത്തറിയുമെന്നും ഭാര്യയോട് പറയുമെന്നും ഭീഷണിപ്പെടുത്തി പലപ്പോഴായി കോടിക്കണക്കിന് രൂപയും ആസ്തികളും റോഷ്നി തട്ടിയെടുത്തു എന്നായിരുന്നു പരാതിയിലെ പ്രധാന ആരോപണം. തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് തൃപ്പൂണിത്തുറയിൽ 1.5 കോടി രൂപ വിലമതിക്കുന്ന ആഡംബര ഫ്ളാറ്റും റോഷ്നിയുടെ സ്വന്തം നാടായ തിരുവനന്തപുരം മലയൻകീഴിൽ 1.3 കോടി രൂപയുടെ 20 സെന്റ് ഭൂമിയും വാങ്ങിപ്പിച്ചു എന്ന് FIRൽ വ്യക്തമാക്കുന്നു. ഇതിനു പുറമെ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും വിവിധ ജ്വല്ലറികളിൽ നിന്നായി 45 പവനിലധികം സ്വർണ്ണം. ഈ വാർത്തയുടെ പൂർണ്ണ വിശദാംശങ്ങൾ അറിയാൻ ദ ഹാലി ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. ലിങ്ക് ഇൻ ബയോ.